കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ആരോപണവുമായി മലപ്പുറത്ത് പേവിഷബാധയേറ്റ് മരിച്ച 5.5 വയസ്സുകാരി സിയയുടെ കുടുംബം. കുഞ്ഞിന് ചികിത്സ നൽകുന്നതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പരാതി. കുഞ്ഞു മരിച്ച സമയത്ത് ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്താനാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ശ്രമിച്ചതെന്ന് ബന്ധുക്കളും ആരോപിച്ചു. കടിയേറ്റ ഉടൻ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ കുടുംബത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന രീതിയിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സിയുടെ പിതാവ് സൽമാൻ ഫാരിസ്. കടിയേറ്റ ഉടൻ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പ്രത്യേക ഡോക്ടർമാരില്ല എന്നാണ് അറിയിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അരമണിക്കൂർ കാത്തുനിന്നു. ആദ്യ വാക്സിൻ എടുത്ത് തലയുടെ മുറിവിൽ ഒന്നും ചെയ്യാതെയാണ് അവർ വീട്ടിലേക്ക് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു. പിന്നീടാണ് 10-ലേറെ സ്റ്റിച്ച് ഇട്ടത്. കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ ഇതൊക്കെ അടിച്ചുകൊണ്ട് അവർ പറഞ്ഞിങ്ങനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ച് ഇടുക ഇതൊക്കെ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആഴത്തിലുള്ള മുറിവാണെന്ന് ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒബ്സർവേഷനിൽ വയ്ക്കാതെ വീട്ടിലേക്ക് വിട്ടുവെന്നതിന് മറുപടി പറയണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരാൾ പോലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഫാരിസിന്റെ സഹോദരൻ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെന്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരുന്നു. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 മലപ്പുറം.